2025-26 സാമ്പത്തിക വർഷത്തിൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വളർച്ചയും ലാഭവും നേടി ധനലക്ഷ്മി ബാങ്ക്. ഈ സാമ്പത്തിക വർഷം ഇതുവരെ ബാങ്ക് നേടിയത് ആകെ 102.75 കോടി രൂപയുടെ അറ്റാദായവും 216.28 കോടി രൂപയുടെ പ്രവർത്തന ലാഭവുമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ നാലാം പാദത്തിൽ 43.49 കോടി രൂപയുടെ ലാഭമാണ് രേഖപ്പെടുത്തിയത്. ഈ കാലയളവിൽ പ്രവർത്തന ലാഭം 113.67 കോടി രൂപയാണ്. പലിശ വരുമാനത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ നാലാം പാദത്തിനെ അപേക്ഷിച്ച് 21.34 വളർച്ച കൈവരിക്കാൻ ബാങ്കിന് കഴിഞ്ഞു. പ്രവർത്തന ലാഭം കഴിഞ്ഞ വർഷത്തെ അതേ കാലയളവിനെ അപേക്ഷിച്ച് 127.42% വർദ്ധിച്ചു. പലിശേതര വരുമാനത്തിലാകട്ടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ നാലാം പാദത്തിനെ അപേക്ഷിച്ച് 60.80% വർദ്ധിക്കാനും കഴിഞ്ഞു. പലിശേതര വരുമാനത്തിലാകട്ടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ നാലാം പാദത്തിനെ അപേക്ഷിച്ച് 60.80% വളർച്ച നേടാനും ബാങ്കിന് കഴിഞ്ഞു. ആകെ ബിസിനസ് വാർഷികാടിസ്ഥാനത്തിൽ 19.68% വളർച്ച നേടി. ആകെ നിക്ഷേപം വാർഷികാടിസ്ഥാനത്തിൽ 16.42% വർദ്ധിച്ചു. ആദ്യപാദത്തിൽ നേടിയ പോസിറ്റീവ് മുന്നേറ്റം ബാങ്ക് തുടർന്ന് നിലനിർത്തിയതിൻ്റെ ഫലമായിട്ടാണ് റെക്കോർഡ് വളർച്ചയും മെച്ചപ്പെട്ട പ്രവർത്തന കാര്യക്ഷമതയും കൈവരിക്കാൻ സാധിച്ചതെന്ന് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ അജിത് കുമാർ കെ പറഞ്ഞു. റീറ്റെയിൽ നിക്ഷേപങ്ങളിൽ 17.16% വാർഷിക വളർച്ച കൈവരിക്കാനായിട്ടുണ്ട്. ആകെ വായ്പകൾ വാർഷികാടിസ്ഥാനത്തിൽ 23.95% വർദ്ധിച്ചു. MSME വായ്പകളിൽ 30% വളർച്ച നേടി. ബാങ്കിന്റെ വായ്പാ നിക്ഷേപം 81.15% ഉയർന്നു. മൊത്തം നിഷ്ക്രിയ ആസ്തി അനുപാതം 2.98% നിന്നും 1.89 കുറയ്ക്കുവാനും സാധിച്ചു. നിഷ്ക്രിയ ആസ്തികൾ തിരിച്ചുപിടിക്കുന്നതിലും ഗണ്യമായ പുരോഗതി ബാങ്കിന് കൈവരിക്കാൻ കഴിഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.